മലപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് സമീപം കരുവമ്പലത്ത് നിന്നും കാണാതായ വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് മരിച്ച നിലയിൽ. കരുവമ്പലം പൊട്ടിപ്പാറ ഹൌസിലെ ബഷീറിന്റെ മകൻ 19-കാരനായ മുഹമ്മദ് സിനാന്റെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റെസിഡൻഷ്യൽ ഏരിയയിലെ വിജനമായ സ്ഥലത്താണ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടത്. ചൊവ്വാഴ്ച രാവിലെയാണ് കുരുവമ്പലത്തുനിന്ന് വിദ്യാർത്ഥിയെ കാണാതായത്. മലപ്പുറത്തെ മഅദിൻ കോളേജിലേക്ക് പോയ സിനാനെ പിന്നീട് കാണാതാവുകയായിരുന്നു. മകനെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് കൊളത്തൂർ പോലീസിൽ പരാതിപ്പെട്ടു. അന്വേഷണം പുരോഗമിക്കവെയാണ് തിരുവനന്തപുരത്ത് മരിച്ചതായി കൊളത്തൂർ പോലീസിന് വിവരം ലഭിച്ചത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കുപ്പിയിൽ പെട്രോൾ പോലുള്ള ദ്രാവകവുമായി സിനാൻ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് ബന്ധുക്കൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു, നിസാർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതൊരു 6 വർഷം മുന്നേ. അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അതിന് സാധാരണ പെയിൻ അത്ര സഹിക്കണ ആളല്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി. സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പിഡ്യൂറൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എപ്പിഡ്യൂറലുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനമെടുത്തു. ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഞാനൊന്നും അറിഞ്ഞില്ല. ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും, എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു. ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു എന്നോട്. എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്.